ഈ പ്രോഗ്രാമിൽ ഇന്ന് എന്നോടൊപ്പമുള്ളത് പ്രമോദേട്ടനാണ്. ഈ ദാരിദ്ര്യം പറയുന്ന ഒരാളാണെന്ന് എനിക്ക് ഇപ്പോൾ മൊത്തത്തിലൊരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞ പരിപാടി നിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ എന്ത് വേദനിപ്പിക്കുന്നതിനൊരു മര്യാദയില്ലേ? നമ്മൾ എന്ത് തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്? ഞാൻ ആ ചോദിക്കുന്നവരോട് ഒറ്റ കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമായിരിക്കും, മോശം വരുന്നില്ല. പക്ഷെ ആ അഭിപ്രായം നാട്ടുകാർക്ക് ഉണ്ടാകണമെന്ന് വാശി പിടിക്കുന്നത്. അത് എന്നെ പറയാനൊന്നും ഈ നാറിയ തള്ളു തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട്. നമസ്കാരം. സിനിമയല്ല ജീവിതം. ഈ പ്രോഗ്രാമിൽ ഇന്ന് എന്നോടൊപ്പമുള്ളത് പ്രമോദേട്ടനാണ്. പ്രമോദേട്ടാ നമസ്കാരം. സന്തോഷം. സിനിമയല്ല ജീവിതം സത്യമാണ് അല്ലേ? എൻ്റെ ടൈറ്റിൽ അതാണ്. നമ്മൾ സാധാരണ സിനിമയുടെ ഇന്റർവ്യൂ എടുക്കാറുണ്ട്. എൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, സിനിമയല്ല ജീവിതം. ഓക്കെ, ശരിയല്ല ഞാൻ പറഞ്ഞു? ഉറപ്പല്ലേ? 100%. ജീവിതവും സിനിമയായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലേ? വ്യത്യാസമുണ്ട്. നമുക്ക് ആദ്യം ജീവിതത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഒത്തിരി കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഒരു നീണ്ട ഒരു ഇന്റർവ്യൂ എടുക്കാൻ നമുക്ക് ഇതുവരെ അവസരം കിട്ടില്ല. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നമ്മളൊന്ന് ഒരു ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ന് നമുക്ക് അതിനൊരു സമയം കിട്ടി. ജീവിതം എങ്ങനെയായിരുന്നു യാത്ര? എന്താ പറയുക, വളരെ ഞാൻ പറയാൻ തുടങ്ങിയാലേ പറയും. നമ്മളിതിന് തൊട്ട് മുമ്പുള്ള പല ഇന്റർവ്യൂവിൽ പറഞ്ഞു പോകുകയായിട്ട് ഈ ദാരിദ്ര്യം പറയുന്ന ഒരാളാണെന്ന് എനിക്ക് ഇപ്പോൾ മൊത്തത്തിലൊരു പേര് വീണ എനിക്ക് അങ്ങനെ വീണിട്ടുണ്ട്. ഇപ്പൊ തീർച്ചയായിട്ടും പ്രമോദ് ഭയങ്കര ദാരിദ്ര്യം പറച്ചിലാണ്. ഞാൻ വളർന്നു വന്ന വഴികളെ കുറിച്ചാണ് പറഞ്ഞത്. അത് പറയാൻ ഒരു ധൈര്യം കാണിക്കണല്ലോ. പക്ഷെ അത് എന്നെ ഞാൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ പരിപാടി നിർത്താൻ തീരുമാനിച്ചു. എന്റെ സുഹൃത്തുക്കളോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലിൽ ഞാൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കില്ല. അപ്പോൾ അവരോട് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. ഞാൻ അതിന്റെ ഇന്റർവ്യൂവിന്റെ കമന്റുകളൊക്കെ പലതും വായിക്കാറുണ്ട്. ഏതാ ഈ ഊള, ഇവൻ ഏതാ, ഇവൻ ദാരിദ്ര്യം പറയാൻ തുടങ്ങി, ഇവനൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശം. ഞാൻ ആ ജീവിതത്തിൽ പോലും കാണാത്ത ആളുകൾ. ഞാൻ എന്ത് തെറ്റാണ് ഇവരോട് ചെയ്യുമെന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലെ, എനിക്ക് ഇന്റർവ്യൂ നിർത്തണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതിന്റെ ഒരു കാര്യം അറിയുക, നമ്മൾ ഈ വെക്കുന്നിടത്തല്ലേ വെടികൊള്ളുന്നത്. നമ്മൾ പറയുന്ന ആ അർത്ഥത്തിലല്ല അവരെടുക്കുന്നത്. അത് എൻ്റെ കുഴപ്പമാണോ? അതിനെ അവർ നോക്കുമ്പോൾ കാണുന്നത് അവരുടെ വ്യൂ പോയിന്റിലൂടെ അത് മോശമായിട്ടാണോ കാണുന്നത്? അപ്പോൾ എന്ത് വേദനിപ്പിക്കുന്നതിനൊരു മര്യാദയില്ലേ? നമ്മൾ എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തത്? 26 വർഷം ഞാൻ നാടകം കളിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പം തന്നെ കുറച്ച് സിനിമകളിലേക്ക് വിളിക്കുന്നു, ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നു, മോശമല്ലാത്തൊരു തലത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആരെയൊക്കെയോ വേദനിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ അവരോട് പറയാണ്, പ്രിയ സുഹൃത്തുക്കളെ, ജീവിക്കാൻ വേറെ പണി അറിയാൻ പറ്റാത്തോട്ട് വന്നിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്നെ എന്തിനിങ്ങനെ ഉപദ്രവിക്കുന്നുള്ള എനിക്ക് മനസ്സിലാകും. ചില നല്ല കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്, അതിനെ ഞാൻ സന്തോഷത്തോടെ പറയുന്നു. അതിനിടയിൽ ചില കമൻറ്റുകൾ വല്ലാതെ എന്നെ തന്നെയല്ല എൻ്റെ ഫാമിലിയെ വരെ വേദനിപ്പിക്കുന്ന കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ തിരുത്താനുള്ളതാണെങ്കിൽ ഞാൻ തിരുത്താം. നിങ്ങൾ അത് എന്നോട് സ്നേഹബുദ്ധിയെ പറയുക. അല്ലാതെ വളരെ ഞാൻ ഇതൊക്കെ താങ്ങാൻ പറ്റിയൊരു മനസ്സ് പാകപ്പെടുത്തിയെടുക്കുന്ന തലത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ സ്വപ്നത്തിലും സ്വർഗത്തിലും നിൽക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. ഇക്കാക്കറിയുള്ളൂ. ഞാൻ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ മുമ്പേ ചോദിച്ച ചോദ്യത്തിലേക്ക് എൻ്റെ തുറക്കം പറഞ്ഞു. ഒന്ന് വട്ടപൂജ്യത്തിൽ തുടങ്ങി ഇതൊക്കെ പറഞ്ഞാൽ പ്രശ്നം. അവൻ എന്തോ വീണ്ടും ഇത് പറയാം. അങ്ങനെ തുടങ്ങിയ എൻ്റെ അടുക്കലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു തലത്തിൽ നിന്നാണ് വന്നത്. എങ്ങനെ എത്തുമെന്നോ അല്ലെങ്കിൽ നമ്മൾ തമ്മിലിങ്ങനെ സംസാരിക്കുന്ന ഒരു തലത്തിലെത്തുമെന്നൊന്നും സ്വപ്നം. ഈ കണ്ടില്ല ഞങ്ങളുടെ എൻ്റെ സ്കൂൾ, ആ സ്കൂളിൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബെഞ്ചിൻ്റെ പുറത്ത് നിന്ന് പാട്ടുപാടി തുടങ്ങിയ കലാജീവിതം എൻ്റെ. അതിന് മുമ്പുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അച്ഛൻ മോശമില്ലാതെ ഭജനയ്ക്കൊക്കെ പാടുന്ന ആളാണ്. നമ്മുടെ നാട് മൊത്തം ഭജനക്കാർ. ഈ മരണത്തിന് ഈ ആണ്ട് വരികയില്ല, ഒരു വർഷമാകുന്നതും കെട്ടുമുറുക്കിനൊക്കെ ഭജന നടത്തുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഹാർമോണിയം പെട്ടിയിൽ ഇങ്ങനെ അമർത്തി തുടങ്ങിയതാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കല അല്ലെ ഞങ്ങളുടെ എൻ്റെ ബന്ധുക്കൾ, അച്ഛൻ്റെ ബന്ധുക്കളാണെങ്കിലും അമ്മയുടെ ബന്ധുക്കളാണെങ്കിലും എല്ലാ കലാകാരന്മാരും, ചെട്ടകൊട്ടുകാരും, പാട്ടുകാരും, തവൽ വായനക്കാരും എല്ലാം. അപ്പോൾ അവിടുന്ന് വന്ന് ഇങ്ങനെ സിനിമാ നടനാകുമെന്നോ അല്ലെങ്കിൽ നാടകക്കാരനാകുമെന്നോ സ്വപ്നം കണ്ടു വന്നല്ല. പക്ഷെ വല്ലാത്ത ആഗ്രഹത്തിൻ്റെ പുറത്ത് ആഗ്രഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ആഗ്രഹത്തിൽ നിന്ന് കിട്ടുമ്പോൾ ഇപ്പം കിട്ടിയ സ്ഥലത്ത് ഞാൻ വല്ലാതെ സന്തോഷിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ ചില സാധനം കേൾക്കുമ്പോൾ അത് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും വേദനിക്കുന്നുണ്ട്. പ്ലീസ് എന്നെ ഉപദ്രവിക്കില്ല. ഞാൻ എങ്ങനെയും ഇങ്ങനെ കേൾക്കുന്നു പൊക്കോളാം. അല്ല, വേറൊരു കേസ് ഇപ്പോൾ പ്രമോദം പറയുമ്പോൾ എനിക്ക് മനസ്സിലാകാണ്, ഇവർക്കൊന്നും ഐഡന്റിറ്റി ഇല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഈ കമന്റ് ചെയ്യണവരുടെ പേജിലേക്ക് പോകും, ചെയ്യുന്നവർക്ക് അവരൊന്ന് ഫോൺ വിളിക്കട്ടെ, നമ്മളെ ഫോൺ വിളിച്ചിട്ട് കുറ്റം പറയട്ടെ. ഫോൺ നമ്പർ അറിയില്ലേ? ചേട്ടൻ തീർത്ത് ഈ പണി ചേട്ടന് പറ്റിയല്ല. എന്റെ ഫോൺ നമ്പർ ഇതാ. ഞാൻ എത്രയോ എന്റെ ഇന്റർവ്യൂസിലൊക്കെ എന്റെ ഫോൺ നമ്പർ ഉണ്ട്. വിളിച്ചു. അല്ലാതെ ഏതാ ഈ ഊള, ഇവനെ മരമാഗ്രഹം കണ്ടില്ലേ, അങ്ങനെയൊക്കെ കമന്റ്. അതൊക്കെ എന്ത് സുഖമാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അങ്ങനെ എഴുതുമ്പോൾ. വേദനയുണ്ട്, വല്ലാത്ത വേദന. എന്നെക്കാട്ടിലും ഒരു എൻ്റെ വൈഫിനും എൻ്റെ കുഞ്ഞിനും അമ്മയ്ക്കും ഒക്കെ വേദനയുണ്ട്. ഞങ്ങൾ എല്ലാവരുടെ കൂട്ടുന്ന കാണുന്നത്. അപ്പോൾ എന്നെ മറുപടി അയക്കാത്തതോ അല്ലെങ്കിൽ മറ്റ് നല്ല കമന്റിന് പോലും മറുപടി അയക്കാത്തത് ഒരാൾക്ക് അയക്കാൻ വിട്ടുപോയാൽ അവർ പ്രയാസപ്പെടുമല്ലോ എന്ന് വെച്ചാൽ തന്നെ ആർക്കും അയക്കാത്തത്.
അല്ല വേറൊരു കാര്യം ഇപ്പൊ പറഞ്ഞു, ഇതുകൊണ്ട് ഞാൻ ഇന്റർവ്യൂ നിർത്താൻ പോവാന്ന് പറഞ്ഞില്ലേ, അത് വേദനിച്ചിട്ടാ. അങ്ങനെ പേടിച്ചിട്ടാ, അങ്ങനെ സത്യമായിട്ട്. അങ്ങനെയല്ല, പേടിപ്പിക്കുന്നവർ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്റെ പണി നിർത്തി പോകേണ്ടി വരും. അല്ലെങ്കിൽ അത് എനിക്ക് അത് അങ്ങനെ കമന്റുകൾ ഞാൻ തന്നെ ഉള്ളിൽ വരും. തട്ടി പറയാം. നമ്മള് കമന്റുകൾ നമ്മൾ നോക്കണ്ട, വായിക്കണ്ട എന്നാ ഞാൻ പറയണത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും സിനിമയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ആ കമന്റ് ഇടുന്നത് മനസ്സിലാക്കുക. 50 സിനിമയോളം അഭിനയിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും നല്ല ഡയറക്ടർമാരുടെ കയ്യിലേക്ക് എത്തുന്നത്? പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ട്. അപ്പം നിങ്ങൾ കമന്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക. സ്വന്തം വീട്ടിലുള്ളവരെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത് ആ പേര് ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തെ നിങ്ങൾ കമന്റ് ഇടുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് മറുപടി പറയാനില്ല. തുടരാം. അതുകൊണ്ട് ഓക്കെ. അപ്പം അങ്ങനെയുള്ള പിന്നെ ഈ നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ ഇപ്പം ഇറങ്ങിയ നമ്മുടെ റിലീസായ ഒരു പടം, വലിയ പടം അത് പ്രതീക്ഷിച്ച് വലിയതാണ് ആ പടം, വലിയ പടം തന്നെ. എനിക്ക് 100-ന് 150 ആ പടം. ആ സിനിമ ഇറങ്ങിയ ആദ്യത്തെ അതിൻ്റെ ഇന്റർവ്യൂ എന്നോട് ഇങ്ങനെ പേഴ്സണൽ ഇന്റർവ്യൂ ഞാൻ അതേക്കുറിച്ച് കുറച്ച് കമന്റുകൾ പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ അത്രയും വലിയൊരു സിനിമ സെറ്റപ്പിൽ ഞാൻ ചെന്നിട്ടില്ല, അത്രയും ഫെസിലിറ്റി എനിക്കൊരു സിനിമ തന്നിട്ടില്ല. ഞാൻ ചെന്ന് കാണുന്നത് അത്ഭുത ലോകത്ത് നിന്ന് കാണുന്ന പോലെ അതെല്ലാം കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സിനിമ ബമ്പർ ഹിറ്റായിരിക്കും, ഉറപ്പാണെന്ന് പറഞ്ഞ് അവരോട് ഇന്റർവ്യൂക്കാരനോട് ചോദിച്ചപ്പോൾ ഞാൻ അതേക്കുറിച്ച് പറഞ്ഞു, ആ സിനിമയിലെ നായകന് 100 കൈയടി കിട്ടിയാൽ അതിനകത്ത് 10 കൈയടി ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. കാരണം ആ നായകൻ്റെ ഇൻട്രോ സീൻ എനിക്ക് അന്നത് പറയാൻ നോക്കുമോ? അന്ന് ഇന്റർവ്യൂ എടുത്ത സമയത്ത് പറയാൻ നോക്കില്ല. അപ്പം ആ 100 കൈയടി പുള്ളിക്ക് എടുത്താൽ അതിനകത്തുനിന്ന് 10 ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. എന്നെ കൊല്ലുന്നതാണ് പുള്ളിയുടെ ഇൻട്രോ. അത് എന്നെ പറയാനൊന്നും ഈ നാറിയ തള്ളു തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്ന്, എൻ്റെ വീട്ടിലേക്ക് ഒരു നേരത്തെ ആഹാരം തന്ന് അവരുടെ ആ സിനിമ ആ ഇന്റർവ്യൂ ഞാൻ മോശം പടമാണ് വരാൻ പോകുന്നു പറയണോ? ഞാൻ ആ ചോദിക്കുന്നവരോട് ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമായിരിക്കും, മോശം വരത്തില്ല. പക്ഷെ ആ അഭിപ്രായം നാട്ടുകാർക്ക് ഉണ്ടാകണമെന്ന് വാശി പിടിക്കരുത്. മനസ്സിലായേക്ക? എനിക്ക് ആ സിനിമ പൊന്നാ, എൻ്റെ ജീവിതത്തിൽ എടുത്തു വെക്കാൻ പറ്റിയ കരിയറിൽ എടുത്തു. ആ നായകനും നായികമായിട്ടുള്ള സീനും ആ ചെയ്ത സീൻ മോശമായില്ല എന്ന് പറഞ്ഞ് എന്നെ ഒത്തിരി പേര് വിളിച്ചു. എൻ്റെ ഞാൻ എടുത്തു വെക്കുന്ന സിനിമകളിലൊന്നാണ്. അപ്പം അത് മോശം പടമാണെന്ന് ഞാൻ പറഞ്ഞു. അത് വെള്ളത്തിലാന്ന് പറഞ്ഞു. എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്നില്ല. എന്നെ ഇവിടെ വന്ന് അവരോട് ട്രാവൽ ചെയ്ത് അവിടെ കൊണ്ടുപോയി ആ സിനിമയിൽ അഭിനയിപ്പിച്ച് എല്ലാ ബസ്സിലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ക്യാരവാനിൽ എൻ്റെ ഫ്രണ്ടിൽ ബോർഡ് എഴുതി വെച്ച് ആ സിനിമയില്ല. ആ സിനിമ മോശം പടമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തള്ളിയതല്ല എൻ്റെ പൊന്നു ചങ്ങാതി പറഞ്ഞു. ഞാൻ ആ കണ്ട കാഴ്ചകളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ പറ്റിയില്ലെങ്കിൽ അതെൻ്റെ കുഴപ്പമായിട്ട് കാണരുത്, എൻ്റെ അറിവില്ലായ്മയായിട്ട് വിവരക്കേടായിട്ട് കണ്ട് മാപ്പ് തരിക, അത്രേ പറയാനുള്ളൂ. വേദനയൊക്കെ സത്യമായിട്ടും സഹിക്കാൻ മേലാത്ത വേദനയായി. എന്താണ് ഞാനത് പടം ആ സിനിമ ഉൾപ്പെടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഇവൻ ഈ ദാരിദ്ര്യം പറച്ചിൽ, ഇവൻ ഈ തള്ളുകാരൻ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിലെ ഞാൻ ഈ മലയാള നാടകവേദിയുടെ നിറുകയെന്നാണ് ഞാൻ നാടക സിനിമയിലേക്ക് വന്നത്. ചുമ്മാ പറയലിക്ക. അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഗ്രീൻ റൂമിലൊക്കെ പട്ടി നടക്കുന്ന പോലെ ഞാൻ നടന്നിട്ടുണ്ട് എനിക്കൊരു വേഷത്തിന് വേണ്ടി. അവിടുന്ന് ഞാൻ മുക്കാട് തുറന്ന് പറയാം, അത് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കാട് അന്ന് വെള്ളി നക്ഷത്രവും നാനയൊക്കെ മേടിച്ചൊക്കെ വായിക്കുന്നു. ഭയങ്കര ഇത് നമ്മൾ കൊതിയാ. എന്നിട്ട് ഇവരെ പോലെ ആവണം, ഇവരെ പോലെ ആഗ്രഹത്തിൽ വന്നിട്ട് മമ്മൂക്ക ഒരു ജീൻസിന്റെ ഷർട്ടും ഒരു പാൻറ്റും ഇട്ടിട്ട് കാറിൽ ഇങ്ങനെ ചാരി ഒരു കുളിംഗ്ലാസ് നിൽക്കുന്ന ഒരു പടം ഞാൻ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ മുഖത്ത് വട്ടം എൻ്റെ പടം ഒട്ടിച്ചാണ് ഞാൻ. എന്നിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് ആ ഭിത്തിയിലോട്ട് ഇങ്ങനെ നോക്കി കിടക്കാറ്. വേറെ കലണ്ടർ, നാടകത്തിന്റെ കലണ്ടറിന്റെ ഇടയിൽ ഇത് ഒട്ടിച്ച് വെച്ചിട്ട് അവിടെ വരണമെന്ന് ആഗ്രഹിച്ചു. കണ്ണ് തുറക്കുമ്പോൾ അതല്ല കാണുന്നത്. അന്ന് ആ കാഴ്ചയിൽ നിന്നാണ് ഞാൻ നളിനാട്ടിന്റെ വിശേഷങ്ങൾ പറഞ്ഞ നാടകം കളിച്ചിറങ്ങുമ്പോൾ നാടകവണ്ടിയുടെ മുകളിൽ പ്രമോദ് പിള്ളിനാട് അഭിനയിക്കുന്ന എന്ന് പറഞ്ഞ എൻ്റെ പടം വെച്ചിരുന്നു. ഞാൻ സന്തോഷിക്കണ്ടേക്ക്. അവിടെ നിന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് സ്വർഗ്ഗമാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ചെറുതാണേലും ഒരു വാക്കാണേലും ഒരു പാസിംഗ് ആണേലും എൻ്റെ സ്വർഗ്ഗമാണ് എനിക്ക്. അപ്പോൾ അത് നല്ല പടമെന്നല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ ജോലി ചെയ്ത ഒരു സിനിമ അത് കുഴപ്പമില്ല, അങ്ങനെ പറയാൻ നോക്കുമോ? എന്നിട്ട് അതിനകത്ത് ഇവനാ തള്ളു തുടങ്ങി, ഇവൻ ഒറ്റ ഒരുത്ത് ട്രോളിക്കോട്ടെ, അതൊക്കെ സന്തോഷം. പക്ഷേ പറയുമ്പോൾ അതിനകത്തൊരു ഞാൻ പറഞ്ഞു, എൻ്റെ കാഴ്ചകൾ, എൻ്റെ കണ്ണിലൂടെ കണ്ട കാഴ്ചകളും ഞാൻ അനുഭവിച്ചതുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ അതൊക്കെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിന് കുറ്റക്കാരനെന്നോ ആ സിനിമ മോശമാകാനോ നന്നാകാനോ ഞാൻ അതിൻ്റെ ഒരു ഭാഗമാക്കല്ലേ. അതുകൊണ്ട് പ്ലീസ് ഉപദ്രവിക്കല്ലേ. അല്ല, ഇങ്ങനെയുള്ളവരോട് ഇത് കൂടുതൽ നമുക്ക് പറയാനില്ല. ഇല്ല ഇതിൻ്റെ അപ്പുറം എപ്പോഴും ഞാൻ പറയുന്നു, ഇത്തരംകാര് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കും വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്, സഹോദരങ്ങളുണ്ട്. നിങ്ങൾ എന്താണോ വീട്ടിൽ വിളിക്കുന്നത് അവരൊക്കെ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഉൾപ്പെടെ ഉള്ള സമൂഹത്തെ വിളിക്കുന്ന പോലെ ഇദ്ദേഹത്തെ വിളിക്കുന്നത് നിങ്ങൾ വീട്ടിൽ അങ്ങനെയാണ് വിളിക്കണമെങ്കിൽ അങ്ങനെ വിളിക്കുക. നമുക്കൊന്നും പറയാനില്ല. വേറെ അനുഭവം ഉണ്ട്. മനോജ് ഗിന്നസിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ പങ്കെടുത്തു. അപ്പം എൻ്റെ വൈഫ് എൻ്റെ വിവാഹ വാർഷികത്തിന് അവള് കഷ്ടപ്പെട്ട പൈസക്ക് എനിക്കൊരു ചെയിൻ മേടിച്ചു തന്നു. അപ്പം എന്നോട് എന്നെ അച്ചാച്ചാന്ന് വിളിക്കുക. അച്ചാച്ച ഇതിട്ടുണ്ട് പോകണം പറഞ്ഞു. ഞാനൊരു അച്ഛനാണ്, ഒരു ഭർത്താവാണ്, ഒരു മകനാണ്, നടനേക്കാട്ടിലുപരി. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കണ്ടേ. പിന്നെ വേണ്ടേ? അപ്പോൾ അത് ഇട്ടുകൊണ്ട് പോയി ഞാൻ ശരിക്കും കണ്ടു എല്ലാ എൻ്റെ ഫോട്ടോസ് എടുത്ത് ഈ ചൈനീസ് കോളർ ഷർട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീടിൻ്റെ കയറി താമസത്തിൻ്റെ സമയത്ത് കോഴിയിറച്ചി മേടിക്കാൻ വേണ്ടി ചങ്ങനാശ്ശേരി ചെന്നൊരു കടയിൽ നാരങ്ങാവെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ ഒരു മാല 170 രൂപയുടെ മാലയൊക്കെ കിട്ടുന്നത്. അതാണ് ഒരു രസത്തിൽ. അപ്പോൾ ഈ ചൈനീസ് കോളർ ആയതുകൊണ്ട് ഇങ്ങനെ കിടക്കണ്ടെന്ന് വെച്ച് ഞാൻ മേടിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് കൊടുത്ത് കൈ കാലെടുത്ത് വയനാട്ടിൽ എഴുതി, പുള്ളി പഴയ ആളല്ല, പുള്ളി പോസൊക്കെ കാണിക്കാൻ തുടങ്ങി, പുള്ളി പോഷായി എന്നൊക്കെ കണ്ടോ. ഒരു ഹീറോ എൻ്റെ സ്പ്ലെൻഡറാണ് എനിക്ക്.
അതിൻ്റെ സ്റ്റാൻഡ് പോലും നേരെയല്ല. അപ്പോൾ ചോദിക്കും നീ ഉണ്ടാക്കാത്തതാണെന്ന്. ഞാൻ പറഞ്ഞില്ല അങ്ങനെയുള്ള ഒരാളൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ ഇതൊക്കെ അങ്ങനെയൊക്കെ എന്തിനാ വേദനിപ്പിക്കുന്നത്? എന്നല്ല ആരെയും അവർ നമുക്ക് കിട്ടുന്ന ഇതൊക്കെ സ്വർഗമെന്ന് വിചാരിച്ചാൽ ഞാൻ നിൽക്കുന്നത്. ഇക്കാര്യം ഇന്ന് ഇക്കായെ വിളിച്ചിട്ട് നിങ്ങൾ വരുമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ റേഷൻ കടയിൽ പോയി അരിയും മണ്ണെണ്ണ മേടിച്ച് അപ്പോൾ എൻ്റെ പെണ്ണുപിള്ള പറയുന്നത് ഞാൻ പറഞ്ഞു ഞാനിത് ഇവിടെ ഉള്ളതല്ലേ. കുഞ്ഞോട് നമ്മുടെ പലചരക്കടക്കാർ പറയും ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടത്. ഞാൻ ചെയ്യുന്നത് ഞാനില്ല തുണിയിലാണെന്ന കാലം പോലെ എന്നെ കാണുന്നത് ഇവിടെ. അവർ പറഞ്ഞു ഞാൻ എന്തോ സിനിമാടനാണ്. എന്നിട്ട് പുള്ളി ഭയങ്കര അഭിനയമാണ് പുള്ളി ഇന്റർവ്യൂ. ഞാൻ ആക്ഷൻ ടൈം കട്ടൻ്റെ ഇടയ്ക്കിലും കട്ടൻ പൊങ്ങുമ്പോൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ തന്നെ. നമ്മൾ ഒരു നടനായി പോയതുകൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തയിൽ വരുന്ന ചില കാര്യങ്ങൾ പറയാൻ പാടില്ല, അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല. അതൊക്കെ എന്താണ്? നമുക്ക് വ്യക്തിത്വമില്ലേ? നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പോൾ പുള്ളി തുടങ്ങി പരിപാടി തുടങ്ങി. ആഹാ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. കയറുന്നതിന് മുമ്പ് ഞാനിവിടെ ഉണ്ടപ്പാ, ഞാനില്ലേ? അതൊക്കെ പറയാം. സത്യം ഭയങ്കരമായിട്ട് ഞാൻ അതുകൊണ്ടൊക്കെ പറഞ്ഞു ഈ പരിപാടി ഇന്റർവ്യൂ എന്ന് പറഞ്ഞ പരിപാടി അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇക്കായപ്പോഴുള്ളവരൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ ഇത് ഈ പറയാൻ ഏറ്റവും നല്ല അനുയോജ്യനായ ആൾ ഇക്കയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആയിക്കോട്ട് പറഞ്ഞത്. തീർച്ചയായിട്ടും 10 പേര് കാണുമെന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ തരണം ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ടാ എനിക്ക് നമ്മൾ കാണുമ്പോഴും ഇന്ന് നമ്മൾ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കും. ഞാൻ ആദ്യം കാണുമ്പോഴും കെട്ടിപ്പിടിക്കും. അത് നമ്മൾ ഹൃദയം കൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ കിട്ടിയതെല്ലാം ഈ അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിലും കിടന്ന് സന്തോഷിപ്പിച്ചാൽ രാത്രികളെ പകലാക്കി സന്തോഷിപ്പിച്ചാൽ കിട്ടിയ ബോണസ് മാത്രമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. തീർച്ചയായിട്ടും വിശ്വസിക്കുന്നതാണ് ഞാൻ. ആ വിശ്വാസമാണ് നിങ്ങൾ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് മലയാള സിനിമയിലെ 10 നല്ല നടന്മാരിൽ ഒരുത്തനാകാൻ ഞാൻ ആകും എന്നാണ് ഞാൻ പറഞ്ഞില്ലേ. ഗ്രീൻ റൂമിൽ കിടന്ന് വട്ടം കറങ്ങിയ ഞാനാ നാടകവണ്ടിയുടെ മുകളിൽ എൻ്റെ പടം വന്ന്. ഇത് 10 നടന്മാരെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളൊരു മോശക്കാരാന്നല്ല അതിനർത്ഥം. എൻ്റെ സ്വപ്നത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ ആകണം. ആദ്യത്തെ ഞാനിവിടെ മലയാള സിനിമ മാറ്റിമറിക്കാനോ അല്ലെങ്കിൽ ഹിന്ദി സിനിമ മാറ്റിമറിക്കാൻ തമിഴ് സിനിമ മാറ്റിമറിക്കാനൊന്നുമില്ല. പ്രമോദ് വെള്ളിനാടെന്ന് പറഞ്ഞ മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്ന ഒരു അടയാളപ്പെടുത്തലും ഒരു ചരിത്രത്തിലേക്ക് ആകുക എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും എൻ്റെ മോനോട് ഒരു മനുഷ്യനും ചോദിക്കില്ല നിന്റെ അപ്പൻ എന്നായിരുന്നു പണിയെന്ന്. എന്നാൽ ഞാൻ ഇത്ര നാൾ കഷ്ടപ്പെട്ട വെറുതെ ആയിപ്പോവും. അതിനുവേണ്ടി പണിയെടുക്കുക. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ സന്തോഷം കൊണ്ട് ഉള്ളിൽ പ്രമോദ് വെള്ളി അറിയാം കേട്ടോ എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പനി ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്നെ കണ്ടിട്ട് കാണാറുണ്ട് ഇത്. അപ്പോൾ കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലേ നമ്മുടെ ഉള്ളിൽ നിന്ന്. 26 വർഷം നാടകം കളിച്ചപ്പോൾ അത് കിട്ടിയിട്ടില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ഇത്ര നമ്മൾ ഉദ്ദേശിക്കാത്തതിൻ്റെ അപ്പുറത്തൊരു കിട്ടിയതാണ്. അപ്പൊ ആ സന്തോഷങ്ങൾ ഞാൻ ഒരു മനുഷ്യൻ എല്ലാം മജ്ജയും മാംസവും കൊണ്ട് ഉണ്ടാക്കിയ ഒരു മനുഷ്യനെ ഞാൻ ആസ്വദിക്കുകയല്ലേ, എന്നെ ഇഷ്ടപ്പെടുകയല്ലേ. ഞാനൊരു നല്ല തുണി എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അവിടെ പുള്ളി ഗമ കാണിക്കാൻ തുടങ്ങി. ഇതാണ്. പിന്നെ ഒരു കൂട്ടരുണ്ട് നമ്മളോട് ഇഷ്ടം കൂടിയ ആളുകൾ. ഈ കലാഭവൻ മണിയാണ് ചേട്ടൻ, ഞങ്ങളുടെ അടുത്ത കല. ഞാൻ അവരോട് പറഞ്ഞു പ്ലീസ് അങ്ങനെ പറയല്ലേ, എനിക്ക് ആ മനുഷ്യനോട് ഇഷ്ടക്കുറവല്ല. ആ മനുഷ്യൻ്റെ പേര് പറഞ്ഞിട്ട് 9 വർഷം കഴിഞ്ഞ് എൻ്റെ പേര് പറയാൻ കൊള്ളത്തുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഞാൻ. അത് നമ്മൾ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു അമ്പിളിയമ്മാവനാണ്. അപ്പം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ പേര് പറയുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. അത് ദേഷ്യക്കുറവ് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പം അത്ര ലെജൻഡാണ് അത്. ഈ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടും അല്ല പറയുന്നതെന്ന് ഓർക്കണം. പ്രേക്ഷകർ ഇപ്പം ഇക്കാക്ക് ഇഷ്ടം തോന്നി അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയില്ലെന്ന് പറയാം. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഇവനാണോ കോപ്പാണ് എന്നൊക്കെ പറഞ്ഞു കമന്റ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞാണോ ഇക്ക? ഞാനങ്ങനെ പറയത്തുമില്ല. ആ മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ 26 വർഷം നാടകം കളിച്ച് മേക്കപ്പ് ചെയ്യാൻ നാടകം കളിച്ച് ഒറ്റ ദിവസം അദ്ദേഹം മരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കാല് വട്ടം ഒടിഞ്ഞിട്ട് ഞാൻ പ്ലാസ്റ്റർ ഇട്ട് നാടകം കളിക്കുക. 28 ദിവസം ഈ നഖം മാത്രമേ കാണത്തുള്ളൂ. ഈ തുട എടുക്കുവരെ പ്ലാസ്റ്റർ ഇട്ട് നാടകം കളിക്കുക. എൻ്റെ വൈഫിനെ കൂടെ കൊണ്ടുപോകാം നാടകം. സ്കൂളിൻ്റെ അവിടെ വണ്ടിയിൽ നാടകം കൊണ്ടുവരും. അവളെ നാടകം വണ്ടിക്കകത്ത് കയറ്റി ചെല്ലി ഇങ്ങനെ ഇരിക്കുകയൊക്കെ കാലം വെച്ചിട്ടുണ്ട്. ആ വെച്ച് നാടകം കളിക്കുമ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത് അറിയുന്നത്. ജീവിതത്തിൽ അത്ര ഇഷ്ടം എൻ്റെ ചങ്കിനകത്താണ് കൊണ്ടു കിടക്കുന്നത്. ആ മനുഷ്യൻ്റെ പേര് പറയുമ്പോൾ സന്തോഷം. പക്ഷേ അദ്ദേഹത്തെ വിചാരിക്കുന്ന സീറ്റിലേക്ക് അടുത്ത ആളിനെ ഒന്നും പറയരുതേ. നമുക്കുള്ള സീറ്റ് മതി. എനിക്ക് ഞാൻ അതിനായിട്ട് ഞാൻ പറയില്ലേ, അത് ആ സിംഹാസനം താഴെ ഒരു കുറണ്ടി വേണം, ഞാൻ അത് ഇരുന്നോളാം. അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇതും ഞാൻ പറഞ്ഞിട്ടാണ് പറയുന്നുള്ളത്. നമ്മുടെ ഇഷ്ടമുള്ളവർ പറയുമല്ലോ അത് അടുത്ത്. അതും തന്നെ സഹോദരന്മാരെ അങ്ങനൊന്നും പറയാം. ഞാനത് ആഗ്രഹിക്കുന്ന പോലുമില്ല. ഞാനിവിടെ ഉണ്ടാകും. പക്ഷേ അത് ഞാൻ പറഞ്ഞിട്ടാണ് അവരങ്ങനെ പറയുന്നതെന്നോ അല്ലെങ്കിൽ ഇതിന് ഏതാണെന്നോ അങ്ങനെയൊന്നും ഞാൻ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടില്ല. പ്ലീസ്. അല്ല, 10 നടന്മാരിൽ ഒരാളാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശ്രമിച്ചിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത്. ഞാനല്ലാതെ അവരെ മറ്റുള്ളവർ മോശക്കാരാണെന്നോ തോപ്പിക്കുമെന്നോ അല്ല പറഞ്ഞത്. എന്റെ ആഗ്രഹമാണ് പറഞ്ഞത്. അങ്ങനെ ആകാൻ വേണ്ടിയുള്ള ശ്രമം. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടല്ലോ. പിന്നെ സ്വപ്നം കാണാനുള്ള അവകാശമുണ്ടല്ലോ. ഞാൻ ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് ജനിച്ചു ഞാൻ പറയില്ലേ ഇവനെ ഡോക്ടറാക്കണം, ഇവരെ അത് ആഗ്രഹിക്കാൻ മേലെ നിങ്ങൾക്ക് ഇല്ലേ? അവൻ എന്തെങ്കിലും ആയിക്കോട്ടെ. ചിലപ്പോൾ അവന് ലോകത്തിൽ ഏറ്റവും വലിയ ഗുണ്ടായിരിക്കും. പക്ഷെ അന്ന് നമ്മൾ ആഗ്രഹിക്കില്ല. നമ്മൾ പണിയെടുക്കുക, തൈക്ക് വെള്ളം കോരുന്ന പോലെ കോരുക, എന്തെങ്കിലും ഇതൊന്നൊരു കാഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കോരുക. അത് കിട്ടത്തില്ല. അത് അത്ര കഴിഞ്ഞിട്ടാണ് നമ്മൾ പണിയെടുക്കണം. ഞാൻ ഇപ്പോൾ ഇത്ര വാചാലമായി സംസാരിക്കുന്ന കാര്യം, ഞാൻ എല്ലാ നാടകം കളിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് നന്നായിട്ട് അവതരിപ്പിക്കണമെന്ന്. നമ്മൾ ഒരു 5 പ്രാവശ്യം തെറ്റുകുറ്റങ്ങളില്ലാതെ നല്ല നാടകം കളിക്കാൻ അവസരം ഒരുക്കണമെന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ 5ൻ്റെ 10 പ്രാവശ്യം ഞാൻ പറയും എനിക്കിത് വഴിത്തിരിവാകണമെന്ന് പ്രാർത്ഥിച്ചവനാണ് ഞാൻ.
കാരണം എന്നെ അറിയുന്ന അല്ല എന്നെ വേണ്ടുന്ന അറിയുന്നതല്ല എന്നെ കൊണ്ട് ഉപയോഗപ്പെടുന്ന ഒരാൾ ആ പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ട്. അല്ലാതെ ഓടിച്ചെന്ന് ഞാൻ എനിക്കൊരു വേഷം തരാമോ ചോദിച്ചാൽ മൊത്തത്തിൽ അവർ നോക്കിയിട്ട് പറയും വിളിക്കാൻ കേട്ടോ. പക്ഷെ പെർഫോം ചെയ്ത പറയാൻ ഇവനെ കൊള്ളാമല്ലോ, ആ വേഷത്തിന് കൊള്ളാമല്ലോ. അങ്ങനെയാണ് എൻ്റെ ഗുരുനാഥൻ, സിനിമയിലെ ഗുരുനാഥൻ ജോസ് തോമസ് സാറ് വിളിച്ചെന്നെ കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ എൻ്റെ പ്രമോദ് വെളിനാടെന്ന് പറഞ്ഞ ആളുടെ ഒരു 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 രോമത്തിൻ്റെ കനം പോലും എൻ്റെ അധ്വാനമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ചെന്നുവിട്ട ഗുരുക്കന്മാർ അഭയൻ കലവൂർ, ഫ്രാൻസിസ് മാവേലിക്കര എന്ന് പറഞ്ഞ 2 ലെജൻഡായ എഴുത്തുകാരുടെ കയ്യിൽ ചെന്ന് വിട്ടോണ്ട പ്രമോദ്. അല്ല എൻ്റെ അച്ചാച്ചിയുടെ കറണ്ടിയും ചുറ്റിയെടുത്ത് ഞാൻ നടക്കത്തേ ഉള്ളായിരുന്നു. അത്ര പ്രഗത്ഭരായ സംവിധായകർ. ഞാൻ ചെന്നുവിട്ട കൈകൾ അങ്ങനത്തെ ആയിരുന്നു. ഇപ്പം കമൽ സാറിൻ്റെ പടത്തിലൊക്കെ വന്നു ഞാൻ അഴകിരാമൻ്റെ സിനിമ നമ്മുടെ അപ്പുറത്തൊരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഞാനിങ്ങനെ മാറി നിന്ന് കണ്ടൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ആക്ഷൻ്റെ കട്ടിൻ്റെ ഇടയിൽ ഒരു സീൻ എനിക്ക് അമിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മോശം കാര്യമാണ്. വലിയ ഭാഗ്യമല്ലേ, എത്രയോ പേർ ആഗ്രഹിക്കുന്നു ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് ചില ഇതില്ലേ, എൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കണ്ടേ. അല്ല നടനായി പോയിട്ട് അങ്ങനൊന്നും എനിക്കിരിക്കാൻ അറിയില്ല. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ നാടക സ്ഥലത്ത് ചെന്നാൽ കട്ടൻ കെട്ടുന്ന പോലെ തുടങ്ങും. ഒരു ചരടെടുത്ത് വെക്കേണ്ട ആളല്ല ഞാൻ. എന്നെ സെറ്റ് വർക്കാരനായിട്ട് ആദ്യം നാടകത്തിലേക്ക് വിളിക്കുന്നത്. ഒരു ചെറിയ വേഷമുണ്ട്, സെറ്റ് വർക്ക് ചെയ്യാമെന്ന് ചോദിച്ച് വിളിച്ച് എന്നെ അന്നത്തെ ആ നാടകത്തിൽ പോലും എനിക്കൊരു കയറെടുക്കാൻ സമയം കിട്ടില്ല. അതുപോലെ വേഷം എഴുതി വെച്ചിരിക്കുകയാണ് അഭയങ്കലൂർ. അവിടെ നിന്ന് തുടങ്ങിയതാണ്. എന്നാലും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ കട്ടൻ്റെ മേലിലായിരിക്കും. അത് 2 കാര്യമാണ്. ഞാൻ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമുക്ക് അല്ലാതൊരു കായികമായ അധ്വാനം നാടകത്തിലില്ലല്ലോ. നമ്മൾ തൊണ്ടോണ്ടുള്ള പണി, അഭിനയം. അപ്പോൾ നമുക്ക് ശാരീരികമായ ഒരു ഇത് കട്ടം കെട്ട് കയറുന്ന ഇറങ്ങുമ്പോൾ ശരീരത്തിൽ. 2, ഈ സെറ്റ് വർക്ക് ചെയ്യുന്നവരുടെ മനസ്സിൽ എപ്പോഴും അവർക്കൊരു പ്രയാസമുണ്ട്, ഇവരെ ആരും കാണുന്നില്ല. നമ്മുടെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പോലെ ഇവരെ ആരും കാണുന്നില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ചേർന്ന് കഴിക്കാൻ അവർക്കൊരു ഇഷ്ടം എന്നോട് ഉണ്ടായില്ലേ. പിന്നെ അങ്ങനെ പണിയെടുത്ത് വന്നതാണ്, ചുമ്മാ വന്നതല്ല, അധ്വാനിച്ച് തന്നെ വന്നു. പണിയെടുത്ത് തന്നെ. അത് ഞാൻ അതിന് ഇത് അഹങ്കാരത്തിൽ പറയാന്ന് വെച്ചു, അങ്ങനെ തന്നെ വെച്ചു. ഞാൻ പണിയെടുത്ത് വന്ന ഇവിടെ കാണും സൈഡിലൂടെ ഒരു വരാല് പോലെ ഇങ്ങനെ എഴുതി പൊക്കോളാം. അതുകൊണ്ട് നമ്മൾ കാണും. ഉപദ്രവിക്കില്ല, അത്രയും എനിക്ക് പറയാനുള്ളൂ. ഞാൻ പാവപ്പെട്ടവരാണ്. വലിയ വലിയ നമുക്ക് അവരുടെ പടത്തിൽ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വല്ലാതെ സന്തോഷിക്കുകയും ചെറിയ ചെറിയ ദുഃഖത്തിൽ വല്ലാതെ തളർന്നു പോകുന്നൊരുത്തിന് തളർത്തല്ലേ പ്ലീസ്. അല്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നേ ഈ സമൂഹത്തിൽ. എത്ര പേരുണ്ട്. നമ്മൾ വീട്ടിലൊരു 5 മക്കളെ വളർത്തിയാൽ അങ്ങനെയാ 5 പേർക്ക് 5 സ്വഭാവത്തിൽ കൂട്ടിയാൽ മതി. ഇത് ചില ആളുകൾ ഇങ്ങനെ ഒരു പണിയും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന കുറേ ആൾ, ഇവർക്കൊന്നും ഒരു ജോലിയില്ല. അതാണ് ഏറ്റവും രസം. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ വളർച്ച, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന വഴികൾ, അല്ലെങ്കിൽ നടന്നു പോകുന്ന സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നതിൻ്റെ കാര്യം, ഇത് കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾക്കെങ്കിലും ഒരു തോന്നലുണ്ടാക്കുക, പുള്ളിക്ക് അങ്ങനെ ആകാമെങ്കിൽ എനിക്കും അങ്ങനെ ആകാമല്ലോ എന്നൊരു ചിന്ത ഉണ്ടായാൽ അവിടെ എൻ്റെ ജീവിതം ധന്യമായെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അല്ലാതെ ഞാൻ മിണ്ടാതെ എനിക്ക് ഒറ്റ പുള്ളി കുറച്ച് ചോദിച്ചാൽ എന്നെ 2 പ്രാവശ്യം നിർബന്ധിച്ചു ഞാൻ പോകാൻ ഞാൻ അങ്ങനെ പറയേണ്ട കാര്യമുണ്ട്. പട്ടി ചോദിക്കുന്ന പോലെ ചോദിച്ചാണ് ഞാൻ വന്നത്. കണ്ട അമ്പലപ്പുറമ്പിൽ പള്ളിപ്പുറം 6 നീന്തിയും തോട് നീന്തിയാണ് പോയി നാടകം കണ്ടത്. ആ സ്ഥലങ്ങളിലൊക്കെ നാടകക്കാരനായിട്ട് ഞാൻ ചെല്ലുകയും എനിക്ക് അവർ ആദരവ് തരികയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ കണ്ടില്ല വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, പണിയെടുത്ത് മേടിച്ചേക്കാം. ഒറ്റ ഇതിൽ എനിക്കൊരു ഒരു പശ്ചാത്താപമില്ല. കാരണം ഒരു അവാർഡ് എനിക്ക് വെച്ചേക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നാടകം കഴിഞ്ഞിട്ട് പോരുമല്ലോ നമ്മൾ. 10 നാടകം 5 നാടകമൊക്കെ വെച്ചാൽ മത്സരം. 10 നാടകം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കത്തില്ല. ഫോൺ വരുമ്പോഴോ അല്ലെ മുതലാളി വിളിച്ചോ പ്രമോദെ നല്ല നടന കേട്ടോ, അല്ല മികച്ച നടന്ന് പറഞ്ഞ് അച്ചാച്ചി എൻ്റെ അച്ഛനും അമ്മയും പോയാൽ മേടിച്ചോണ്ടിരുന്നത്. അല്ലാതെ എനിക്ക് ഒറ്റ ഒരെണ്ണത്തില്ല ഒരു പശ്ചാത്തലം. എൻ്റെ 26 വർഷം മുമ്പ് ആദ്യമായി നാടകത്തിന്, പ്രൊഫഷണൽ നാടകത്തിന് കിട്ടുന്ന അവാർഡായത്. ഇതേ നോക്കിയിട്ടാണ് എന്നും പോകുന്നത്. ഇതേ തന്നെ തുടങ്ങിയതായി കൈയിരിക്കും താഴെ ഇരിക്കുന്നതല്ല. അല്ല, ഞാനിപ്പം വീട്ടിൽ വന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർക്കുവാണ്. നിങ്ങൾ വീട് പണിതപ്പം വീടൊക്കെ പണിതു, മൊമെൻ്റോ വയ്ക്കാൻ ഇനിയും കുറച്ച് സ്ഥലം പണിയുണ്ട്, എല്ലാം പുറയിൽ ഇരിക്കുവാണ്. അത് അധ്വാനത്തിൽ കിട്ടിയല്ലേ? അല്ല, ഇവരാരും കൊണ്ടുതന്നാണോ? തന്നല്ലേ, ആരും തന്നല്ലേ. മനസ്സിലായി. ഈ നമ്മൾ സിനിമയിൽ എത്തുന്നോ അല്ലെ എത്തണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ കാര്യവും ഈ പ്രേക്ഷകനാണ്. നാടകം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഗ്രീൻ റൂമിൽ വന്ന് ഒത്തിരി പേര് സന്തോഷം പങ്കിടാൻ പറ്റും. എന്നിട്ട് വിജയേട്ടൻ സിനിമാക്കാർ നിങ്ങൾ എന്നോട് മാത്രമല്ല മലയാള നാടകത്തിലെ എല്ലാം അറിയുന്ന നടന്മാരോട് ചോദിക്കാറുണ്ട്, ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് നമുക്കിങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നുള്ള. അപ്പം ആ പറച്ചില്ല നമ്മളെ സിനിമയ്ക്ക് നമുക്ക് ഇങ്ങനൊരു ചിന്ത അന്നേ ഇല്ല. കാരണം നാടകം നിർത്തിയിട്ട് നമ്മൾ സിനിമയിലേക്ക് എത്തും എന്നുള്ളൊരു സ്വപ്നത്തിലായിരിക്കും. നാടകം അത്രത്തോളം വേറെ ഉപജീവനത്തെ മാർഗ്ഗമില്ല. അപ്പം നമുക്കൊരു ഈ വർഷം നാടക സീസൺ ഉദ്ഘാടനം കളിക്കുമ്പോൾ അടുത്ത വർഷത്തേക്ക് എന്നെ എഗ്രിമെന്റ് എഴുതുമായിരുന്നു, അടുത്ത വർഷം നമ്മുടെ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ്. ആദ്യത്തെ ഒറ്റ വർഷമേ ഞാൻ നാടകത്തിൽ ചോദിച്ചു എന്നുള്ളൂ, എനിക്കൊരു അവസരം തരാമെന്നു. അവിടുന്ന് ഈ ഇത്രയും വർഷം ഞാൻ നാടകം കളിച്ച് കേരളത്തിൽ നമ്പർ 1 സമിതികളിലാണ് കളിച്ച്. 17 വർഷം ഹ്യൂമർ കഥാപാത്രങ്ങൾ ചെയ്തു. ബാക്കി 26 വർഷത്തിൽ ബാക്കി മുഴുവൻ നായകനായിട്ട് അഭിനയിച്ചത്. 10-15 ലക്ഷം രൂപ മുടക്കി ഫ്രാൻസിസ് മാവേലിക്കര എഴുതുന്ന നാടകം കാഞ്ഞിരപ്പള്ളി അമലയും സൗവർണികയും പാലാ കമ്മ്യൂണിക്കേഷനൊക്കെ അങ്ങനെയുള്ള നാടകങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെ അതുപോലുള്ള സമിതികൾ പ്രമോദ് വെള്ളിനാടനെ വിൽക്കാമെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് വിറ്റ് മേടിച്ച തന്നെ. തീർച്ചയായിട്ടും ആ കോൺഫിഡൻസിലാണ് ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ ഉണ്ടാകും, ഈ 100 ഇവിടെയൊക്കെ ഉണ്ടാവും, ഞാനിവിടെയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ആർക്കും ഉപദ്രവം ചെയ്യില്ല, ഇങ്ങനെ അങ്ങ് പൊക്കോളാം.
ആ യാത്ര തുടരുക തന്നെ ചെയ്യും. തളർത്തിയാൽ തളരില്ല. തളരുന്ന ഒരു മനസ്സാണ് എനിക്ക് സംസാരിക്കുന്നത്, തളരുന്ന ഒരു മനസ്സാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ നാടകത്തിൽ ഇന്ന് വരെ എനിക്കൊരു പരാതി ഇങ്ങനെ കിട്ടിയിട്ടില്ല. നാടക സ്ഥലത്തുനിന്ന് ഒരു പരാതി എന്നെ കുറിച്ച് പറഞ്ഞ് ഞാൻ എൻ്റെ ഓർമ്മയില്ല. ഇനി നമ്മൾ നേരിട്ട് പറയുമ്പോഴാണ് പറഞ്ഞത്, അല്ലാതെ ഇന്നും ആരും പറഞ്ഞു കേട്ടു. പക്ഷെ ഇതിൽ ഞാൻ എന്ത് തെറ്റോ അല്ലെ അവർക്ക് മറ്റുള്ളവർക്ക് പറ്റുന്ന എന്ത് മോശം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ ഊളയതാ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദനിക്കുകയല്ലേ സുഹൃത്തെ? നമുക്കൊക്കെ മനുഷ്യനല്ലേ നമ്മൾ. അത് എന്നാ പറഞ്ഞു, ഇവരൊക്കെ വീട്ടിൽ വിളിക്കുന്ന ഇതൊക്കെയാണ്, അവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുന്ന സന്തോഷത്തിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിളിച്ചോ. അതെ തന്നെ, അതാ പറഞ്ഞു. പിന്നെ പണ്ടൊരു ചൊല്ലു, എന്തിനാ വാപ്പ എന്നത്തല്ല ഞാൻ നന്നാവില്ല, ചൊല്ലില്ലേ അങ്ങനെ പറയല്ലേ, എന്തിനാ വാപ്പ എന്നത്തല്ല ഞാൻ നന്നാവില്ല, അവര് നന്നാകത്തേ ഇല്ല. അതാണ് എൻ്റെ സത്യം. നമ്മൾ അതിലേക്ക് ചിന്തിക്കണ്ട. നമ്മൾ നമ്മുടെ അധ്വാനം, നമ്മൾ സിനിമകൾ കിട്ടുന്നു, ചുരുങ്ങിയ കാലം കൊണ്ട് 50ഓളം സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. അത് നിങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും വലിയ സന്തോഷമാണ്, ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിലേക്ക് വരാണ്, ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് നമ്മുടെ അധ്വാനത്തിന് കിട്ടിയേക്കുന്നതാണ്. ഞാൻ വീട്ടിൽ വന്ന് കണ്ടപ്പോൾ കണ്ട ഈ മൊമെന്റോസ് മൊത്തം സ്വന്തം അധ്വാനത്തിൽ കിട്ടിയാണ്. ഇവരാരും കൊണ്ടെത്തന്നല്ല. പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു, നമുക്ക് അവാർഡുകൾ കിട്ടുന്നു. അതിലും വലിയ അവാർഡിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല നല്ല സംവിധായകരുടെ കൂടെ. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും വലിയ പ്രയാസമുണ്ട്, പക്ഷേ സന്തോഷമുള്ള ജോഷി സാറിന്റെ ഇപ്പൊ ആന്റണി എന്ന് പറഞ്ഞ പടത്തില്ലേ, സാറിന് എന്റെ പേരറിയാൻ പാടില്ലാട്ട് എന്റെ മൊബൈലിൽ എന്റെ പടം എടുത്ത് ഈ ആള് വേണമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ അന്വേഷിപ്പിൻ കണ്ടത്തിനകത്തായിപ്പോയി 63 ദിവസം. ഞാൻ ഇവരൊക്കെ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ, അല്ല കാണുന്നുണ്ടല്ലോ. നമുക്ക് എത്ര നമ്മൾ സിനിമ കാണാൻ തുടങ്ങിയ കാലം പോലെ അല്ലേ സ്ക്രീനിലേക്ക് കാണുന്നവരൊക്കെ. അപ്പൊ ഞാൻ അത് ഇതൊക്കെ നമ്മൾ സന്തോഷിക്കണ്ടേ ഇത് കേൾക്കുമ്പോൾ? അത് നമ്മുടെ നാട്ടിൽ പറഞ്ഞത് കുന്നളിപ്പല്ലല്ലോ, നമ്മൾ ഉള്ളിൽ തന്നെ സന്തോഷിക്കുന്ന അവരൊക്കെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ അഹങ്കാരം എന്ന് പറയല്ലേ സുഹൃത്തുക്കളെ? അഹങ്കാരമുണ്ട് ഇദ്ദേഹത്തിന്, അഭിനയം എന്ന കലയിലെ അഹങ്കാരം അല്ലേ? അതുകൊണ്ടാണല്ലോ അത് വേണ്ടേ. എന്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞത്, നമ്മൾ നാടകം കളിക്കുമ്പോൾ നിന്റെ കൂടെ ഞാൻ അഭിനയിക്കുന്നത്, ഞാൻ നിൽക്കുമ്പോൾ നീ അന്ന് വിചാരിച്ചേക്കണം ഇന്നത്തെ മമ്മൂട്ടി ഞാനാന്ന് വിചാരിച്ചേക്കണം. അത് ഞാൻ വിൽക്കാതെ സ്റ്റേജ് നിൽക്കുക, സ്റ്റേജ് കത്തം പൊങ്ങുമ്പോൾ നീ വിചാരിക്കണം ഇന്ന് ഒരു 2 മണിക്കൂറത്തേക്ക് ഞാനാ മമ്മൂട്ടി. അപ്പോൾ ഇക്കായും വിചാരിക്കും മമ്മൂട്ടി ഇക്കായെന്ന്. ആ നാടകം എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയാം. നാടകത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൊടുക്കേണ്ട സ്നേഹ ബഹുമാനങ്ങൾ ആ തട്ടിക്ക് ഇപ്പുറം കൊടുക്കുക. പെർഫോം ചെയ്യുമ്പോൾ നിന്നെ തോപ്പിക്കാൻ ഒരു മനുഷ്യരും ഇല്ലെന്ന് വിചാരിച്ച് പണിയെടുത്തേക്കണം എന്ന് പറയും ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ അമേരിക്കയിലെ ഒരു മാനസികമാലും നിന്നെ തോപ്പിക്കാൻ ലോകത്ത് ഒരു മനുഷ്യനും നീ അല്ലാതെ ഒരു മനുഷ്യന് പറ്റില്ല നീ എന്ന് വിചാരിച്ചേക്കണം. അപ്പൊ ആർക്കും തോക്കാനൊക്കില്ല. ഞാൻ 1-ാം തരം തുഴച്ചിക്കാരനാണ് ചുണ്ടമ്പള്ളത്തിൽ കളിവെള്ളത്തിലേക്ക് ഇരുന്ന്. അപ്പൊ നമ്മൾ തുഴയുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒപ്പം നടക്കുന്ന വെള്ളം നോക്കും, നമ്മുടെ നേരെ ഇരിക്കുന്നത്. ഞാൻ ഒറ്റത്തോളം വലിഞ്ഞോട്ടിരുന്നിട്ടുള്ള അതേക്കുറിച്ച് വേറെ പറയാം. അപ്പൊ നമ്മളിങ്ങനെ വെള്ളം വിടുന്നതിന് നമ്മളൊരുത്തരെ നോക്കി വെക്കും, ഒരു ഇരയെ, നമ്മുടെ ഇരയെ അപ്പുറത്തേക്ക്. അവനെ 1 ഇഞ്ച് മുന്നോട്ട് വിടില്ല എന്ന് വിചാരിച്ച് നമ്മൾ തുഴയുന്നത്. വെള്ളം മുന്നോട്ട് പോകാന്നുള്ളതല്ല, ഞാൻ ഇരിക്കുന്ന പടി തോക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. 100 പടിയിൽ എന്റെ നേരെ ഓപ്പോസിറ്റ് കള്ള ഏകദേശം ഒക്കെ ഒരേ ലെവലായിരിക്കും. വിടത്തിൽ നിന്ന് പല്ല് കടിച്ച നമ്മൾ അലക്കാതിരിക്കുന്നവനെ അവിടെ ഇത് തന്നെ നിന്നെ ഞാൻ ഇന്ന് അടിച്ചിടുമെന്ന് പറഞ്ഞോണ്ടാ. ആ പണിയാണ് നമ്മൾ മനസ്സിലായത്. ഞാൻ ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ നടക്കില്ല, പക്ഷെ ഞാനായിട്ട് തോൽക്കാൻ ശ്രമിക്കുകയല്ല. ഒരു മനുഷ്യനെ തോൽപ്പിക്കാനല്ല നടക്കുന്നത്, ഞാൻ തോൽക്കാതിരിക്കാനുള്ള ശ്രമത്തില്ല. അത്രേ ഉള്ളൂ. ആ ശ്രമം തുടർന്നുകൊണ്ട് ഉറപ്പായിട്ടും ഈ പണി നിർത്തിയെടുക്കുക. അത് വേറെ കാര്യം. ഏത് പണി? ഈ അഭിനയം എന്ന് പറഞ്ഞ ചത്തു വീഴുന്നവരെ അഭിനയിക്കും ഞാൻ. അതാണ് ഒരു കലാകാരന് വേണ്ടത്. ഒരു കലാകാരൻ അത്രയും ധൈര്യത്തോട് പറഞ്ഞാൽ അവനൊരു കലാകാരനാണെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അവസാന ജീവൻ വരെ അഭിനയത്തിന് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്ന ആളാണ് താങ്കൾ. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ താങ്കൾ പറയുമ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടെടുക്കുന്നില്ല. പക്ഷെ താങ്കളൊരു മനുഷ്യനാണെന്നേ. എന്ത് നേരിടുക. ആളുകൾ തള്ളാന്നൊക്കെ പറയും, തള്ളെന്ന് പറഞ്ഞാൽ തള്ളിക്കോട്ടെ, ആ പറയുന്നവരും തള്ളാ. അതുകൊണ്ടല്ല തള്ളുന്നു. അല്ല ഞാൻ വീണ്ടും പറയാം, അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്നുണ്ട് തുടർന്നോളൂ. പിന്നെ അതുകൊണ്ട് പൈസയും കിട്ടുമെങ്കിൽ തുടർന്നോളൂ. അതെ, പൈസ കിട്ടുമെങ്കിൽ പൈസ അല്ലേ? നമ്മള് നിങ്ങളെ നല്ല രംഗത്ത് അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ചെറിയ റെസ്റ്റ് ഒക്കെ തരണേ. മാറി കൊടുക്കുക. നിങ്ങളൊന്ന് മാറി ചിന്തിക്കൂ, ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊടുക്കൂ. എന്തായാലും ഈ ഇന്റർവ്യൂവിലും നിങ്ങൾ ഒത്തിരി കമന്റുമായിട്ട് വരും. എനിക്കും വരും, ഇദ്ദേഹത്തിനും വരും. പക്ഷെ അത് ഞങ്ങള് ഇത്രേ ഉള്ളൂ. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്. കാരണം ഞാനും ഒത്തിരി ഇരയാവുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ധൈര്യത്തോടു കൂടി ഞാൻ പറയുന്നത്. ഇദ്ദേഹം ഇന്ന് ഇരിക്കാന്ന് പറഞ്ഞതും ഞാനായതുകൊണ്ട് തന്നെയാണ് എനിക്ക് അറിയുകയും ചെയ്യാം. ഉറപ്പാക്കാം. എനിക്ക് എന്റെ ചങ്കുപോലെ നടക്കുന്ന ഒന്ന് നമ്മുടെ ജോജി ബിപിൻ മണി, ഞങ്ങൾ 2 വിളിച്ചു വെച്ചു കൊടുക്കണമെന്ന് ചോദിച്ചു. ഇത് കൊടുത്തോളാൻ പറഞ്ഞു. കൊടുക്കുന്നില്ല തീരുമാനിച്ചു വന്നേ. കാരണം എന്തിനാണ് വെറുതെ നമ്മളായിട്ട് എന്നെ ആടിയിരിക്കുന്നത് കവള് വെച്ച് കൊടുക്കുന്ന പറഞ്ഞ പോലെ. അപ്പൊ നിൽക്കാണ്ട് മാത്രം എനിക്കറിയാം ഇത് 10 പേര് കാണുകയും ചെയ്യും. നല്ല കമന്റും വരും കേട്ടോ, നല്ല നെഗറ്റീവ് കമന്റും വരും. അത് അവരിങ്ങനെ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് സന്തോഷിക്കുന്നവർ സന്തോഷിക്കുന്നു. പണ്ടത്തെ പാട്ട് സന്തോഷിപ്പിൻ നിങ്ങൾ, അത്രേ ഉള്ളൂ. ഈ 4-ാം ക്ലാസ്സിൽ ബെഞ്ചിന്റെ മുകളിൽ ഇരുന്ന് തുടങ്ങിയ പണിയല്ലേ, അത് പാട്ട് പാടിയാണോ? ആ പാട്ട് ഓർക്കുന്നുണ്ടോ? എങ്കിലും ഒരു ലൈമാണ്. ഒരു ലൈൻ
അച്ഛൻ ഭജനയ്ക്ക് പാടിയൊരു പാട്ടാണ് പാടിയത്. പഴയ ലളിതഗാനം. ആ. കണ്ണനെ കണി കാണാൻ കണ്ണന്റെ കളി കാണാൻ കണ്ണടച്ചുറങ്ങേണം എൻ മനം കണ്ണടച്ചുറങ്ങേണം. ഈ ഈ പാട്ടാണ് പാട്ട് പാടിയാ തുടങ്ങിയ ആ. ഇങ്ങനെ ഓർത്തിരിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കണം. പറയാൻ ഒത്തിരി ഉണ്ട്, അല്ലേ? ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒരുപാട് 4ാം ക്ലാസ്സിൽ ബെഞ്ചിന്റെ മുകളിൽ കയറി പാടിയ പാട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു കലാജീവിതം എത്തി നിൽക്കുന്നത് പ്രഭുദേവന്റെ ചിത്രത്തിൽ. അതിലേക്കാണ് വരുന്നത്. ഓക്കെ. എത്തി നിൽക്കുന്നത് പ്രഭുദേവയുടെ പ്രഭുദേവന്റെ ചിത്രത്തിൽ, തമിഴ് തമിഴ് ചിത്രം ചിത്രം അല്ലേ? പ്രഭുദേവനോടൊപ്പം അതിന്റെ ചെറിയ കെട്ടപ്പൊക്കെ ആക്കി ആ ഗെറ്റപ്പാണല്ലേ കൃതാവ് ഉൾപ്പെടെ. ഇങ്ങനെ നടക്കാൻ വീട്ടുകാർ സമ്മതിക്കരുത്. എന്നോട് ഞങ്ങൾ അമ്മയെ പറയുന്നത്. പക്ഷെ എനിക്ക് അവന്റെ പറഞ്ഞിട്ടില്ല, ഉം. ഈ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കിടക്കും, നിന്നെ വല്ലൊരു കണ്ട അവരുടെ അമ്മയുടെ കയറി ഈ മുട്ട വിളിച്ച പോലെ സുന്ദരനായിരിക്കണം എന്നാ. സിനിമാടനാകുമെന്ന് പറഞ്ഞൊന്നുമല്ലോ നമ്മൾ ജനിച്ചത്. അപ്പം നാടകം കളിക്കുന്ന സമയത്ത് എന്റെ പല്ല് നന്നായിട്ട് കളന്നായിരുന്നു. എന്റെ എനിക്ക് ചെറുപ്പത്തിൽ ഒരു അപകടം പറ്റിയ എന്റെ ഒരു അനുജനുണ്ടായിരുന്നു, മരിച്ചുപോയി ചെറുപ്പത്തിൽ. അപ്പൊ അമ്മ അവനെ പ്രസവിച്ച് കിടക്കുമ്പോൾ ഈ ടീപ്പോ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ നമ്മളിങ്ങനെ ഈ ചായം ആശുപത്രി, അത് ഞാനിങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചതാ. അത് മറിഞ്ഞു വന്നിട്ട് ഇവിടെ വീണിട്ട് അന്നത്തെ ഈ ഫെസിലിറ്റി ഒക്കെ വെച്ച് എല്ലാം കൂടെ എടുത്ത് വെച്ച് കെട്ടി വല്ല എന്നാന്ന് ചോദിച്ചായിരുന്നത്. അപ്പൊ അതിങ്ങനെ എനിക്ക് അങ്ങനെയാണ് നാടകത്തിലെത്തുന്നത്. അപ്പൊ നാടകത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ എന്നോട് പറഞ്ഞിട്ട് കമ്പി ഇടണം. വല്ല ഒരു മോനായി കഴിഞ്ഞപ്പോൾ പിന്നെ എന്റെ സൗന്ദര്യത്തിൽ കുറവ് ഫീൽ ചെയ്തു അമ്മയ്ക്ക്. അപ്പൊ വല്ലിന് കമ്പി ഇട്ട് അതൊക്കെ വിട്ട് പോയി വീണ്ടും നാടകത്തിലെത്തി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നി പോരാ, ഈ സൗന്ദര്യമൊക്കെ പോരാ, കുറച്ചുകൂടെ ആകണമെന്ന് വിചാരിച്ച് പല്ലിന് കമ്പി. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞ കമന്റ് ഇതാണ്, അമ്മേ അദ്ദേഹം മരിച്ചിരിക്കും, എന്നാലും ഞാൻ മാമുക്കയുടെ പൈസ ഇല്ലാണ്ടല്ലോ പുള്ളി പല്ലിന് കമ്പി ഇടാത്ത. ആണോ? അതൊരു സൗന്ദര്യമാണ്. അതാണ് പ്രമോദ്. അല്ലാതെ അവിടെ ഇവിടെ വന്നില്ലേക്കാ അവിടെ എത്തി. ഈ പറഞ്ഞത് പ്രഭുദേവന്റെ ചിത്രത്തിലേക്ക് വരാം. ഇപ്പൊ തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഒത്തിരി, മലയാള സിനിമയിൽ ഒത്തിരി അഭിനയിച്ച 50 സിനിമ. തമിഴ് സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ നാട്ടുകാരനുമായ എസ് ജെ സിനുവിൻ്റെ പടമാണ് ഫെഡറപ്പ് എന്ന് പറയുന്നത്. അത് പെട്ടെന്നാണ് വിളി വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, ഞാൻ എല്ലാവരോടും ഇപ്പോഴും നമ്മൾ ഡയറക്റ്റ് ചെയ്ത ആളുകളോടൊക്കെ വിളിക്കുക, എന്താണ് പരിപാടികളുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ അവരോട് പറഞ്ഞ കമന്റ് ഇതാണ്, ഞാൻ ചോദിച്ചതിലേക്ക് വരാം. ഞാൻ അവരോട് വിളിക്കുക, എന്നെ പ്രമോദം വിളിച്ചു, അവർ ഒന്നുമില്ല റേഷൻ കാർഡ് ഒന്ന് തിരിച്ചു വെക്കാൻ വന്നാന്ന് പറയും. കാരണം നമ്മുടെ റേഷൻ കാർഡ് കൊണ്ട് റേഷൻ കാർഡ് വെക്കുമ്പോൾ അതിന്റെ മേളിൽ വെക്കുമല്ലോ. അപ്പൊ നമ്മുടെ ഒത്തിരി അടിയിലായി ഒന്ന് തിരിച്ചു വെക്കാൻ എന്നെ ഓർക്കുമല്ലോ, അതിന് വിളിക്കുന്നതാന്ന് പറയാം. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അവരിന് ഓർത്തിരിക്കാൻ വേണ്ടി പറയാം. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്നാ തമിഴ്നാട്ടിലോട്ട് വരണമെന്ന് ചോദിച്ചു. തമിഴ്നാട്ടിലോട്ട് വരണ്ട, ഞങ്ങൾ കേരളത്തിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് ഒരു സാധനമുണ്ട് അത് ചെയ്യണമെന്ന് പറയാം. അങ്ങനെ ചെന്ന് ചെയ്ത് വളരെ സന്തോഷം. അദ്ദേഹമായിട്ട് പ്രഭുദേവായിട്ട് കോമ്പിനേഷൻ സീനുണ്ട്, നമ്മുടെ ഷാജോൻ ചേട്ടനുണ്ട്, മോശമല്ല ഒരു. അപ്പൊ അവിടുത്തെ കൺട്രോളറിനെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കിട്ടിപ്പിടിച്ചിട്ടുണ്ടോ പറഞ്ഞ് നിങ്ങൾ എവിടെ ആയിരുന്നു? ഞാൻ പറഞ്ഞു നമ്മളിവിടൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ അങ്ങോട്ട് കേരളത്തിലോട്ട് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഭാഗ്യമല്ലേ, സിനിമ ഭാഗ്യമല്ലേ. തമിഴല്ലേ? തമിഴൊക്കെ സംസാരിക്കുമോ? അപ്പൊ എഴുതി മലയാളത്തിൽ എഴുതി തരുമായിരുന്നു, നമ്മളത് ബൈഹാർട്ടാക്കിയിട്ട് എന്ന് പറയായിരുന്നു. ഏതാ എങ്ങനെയാ തമിഴ് സംസാരിച്ച്? ഇപ്പൊ പറഞ്ഞില്ല, ഇപ്പൊ അവര് പറഞ്ഞില്ലേ നീ ആരെന്നാണ് ചൊല്ലറാ അങ്ങനത്തെ സാധനങ്ങളാ ഡയലോഗിൽ ഉണ്ടായിരുന്നത്. ഇവളെ നേരം ചൊല്ലിക്കൊണ്ടിരുന്ന ഇതാണ്ടാ ഞാൻ ഇവളെ നേരം ചൊല്ലിക്കൊണ്ടിരുന്നത്, ഇവനെ അടിക്ക് വേണ്ടവനല്ലടാ, ഇവന് വാർത്ത വിട ഇട്ടവനുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാ കറക്റ്റ് ഉണ്ട് സാധനം. അത് നമ്മളെ ഡബ് ചെയ്യണം നമ്മൾ തന്നെയാണോ? അത് ചിലപ്പോൾ അത് അവർക്ക് മലയാളത്തിലേക്ക് അത് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ പാടാ മലയാളത്തിന്റെ അടുത്ത കോമ്പിനേഷനാ. ഉണ്ട് അല്ലേ? തൊട്ടൊക്കെ അഭിനയിച്ച് തൊട്ടൊക്കെ ഇങ്ങനെ അഭിനയിച്ചു. അതല്ലേ വലിയ കാര്യമല്ലേ? ഇതൊക്കെയല്ലേ ചില ആൾക്കാർക്ക് പിടിക്കാത്ത. എന്ത് ചെയ്യാൻ പറ്റും? എത്തിപ്പെടാവുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടുവല്ലേ. തീർച്ചയായും. അപ്പം അപ്പോഴാണ് പ്രൊഡക്ഷൻ കൺട്രോൾ ചോദിച്ചാണ് തമിഴില് നിങ്ങൾ എങ്ക ഇരുന്നത് അങ്ങനെയാണ്. നിങ്ങളിനി അങ്ങോട്ട് വിടുന്നില്ല, ഇവിടെ തന്നെ വളരെ സന്തോഷം. നമ്മുടെ ആഗ്രഹമുണ്ട്. ഷാജോണും ഉണ്ടല്ലേ? ഷാജോൺ ചേട്ടന്റെ അമ്മാവനായിട്ടാണ് അഭിനയിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും സീനും അദ്ദേഹമുള്ള സീനാണ്. ഞാൻ ഒരു 2 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു, പൊള്ളാച്ചിലുണ്ട്, അതിന് പോകണം. എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? ഞാൻ എല്ലാം കൂടെ 6 ദിവസം 5 ദിവസം ഉണ്ട്. 5 ദിവസം ഷൂട്ടുണ്ട്. വലിയൊരു ടീമിന്റെ കൂടെ അല്ലേ കിട്ടിയോ? നമ്മള് സ്വപ്നമല്ലേ, നമ്മള് ഓർത്തതല്ലോ അങ്ങനൊന്നും വിളിക്കും. തമിഴിലേക്ക് പോകുന്നു, പെട്ടെന്ന് തമിഴിലേക്ക് പോകുന്നു. 3 പടത്തിൽ ഇപ്പൊ നായകനായിട്ട് അഭിനയിച്ചു. 3 പടത്തിൽ. ആ പടങ്ങള് അതൊന്ന് ഇറങ്ങി ചാക്കാല എന്ന് പറഞ്ഞ പടം, അതൊരു കുഞ്ഞു പടമായിരുന്നു, ചെറിയ പടം. ഇനിയിപ്പോ ജെറി എന്ന് പറഞ്ഞൊരു പടം വരാനുണ്ട്. അടുത്തത് പിരതി എന്ന് പറഞ്ഞൊരു പടം. പിരതി നമ്മൾ സർക്കാർ ചെയ്യുന്ന പടമാണ്. അതിൽ വലിയ സന്തോഷം തോന്നിയത്, അത് ഉള്ളിലെ സന്തോഷം കൊണ്ട് പറഞ്ഞു പോയൊക്കെ. ഡോക്ടർ ബിജു സാറൊക്കെ ആയിരുന്നു അതിന്റെ ജഡ്ജിങ് പാനലിലെ ഈ സ്ക്രിപ്റ്റ് എടുക്കുന്നത്. അന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അവരാ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഡയറക്ടർ പയ്യനോട് ചോദിച്ചു, ഇതാരാ ഈ വേഷം ചെയ്തെന്ന് ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ പ്രമോദ് പുള്ളിനാണെന്ന് പറഞ്ഞത്. അറിയുന്ന ആളാണ്, അറിയുന്നത്. ഇത് സൂക്ഷിച്ച് ചെയ്യണം, കയ്യിൽ നിന്ന് പാളിപ്പോൻ സാധ്യതയുള്ള ക്യാരക്ടറാണ്. അത് അത്ര ഒരുപാട് മെന്റലി ടോർച്ചറിങ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ആ ക്യാരക്ടറിന് ഒരുപാട് സഞ്ചാരമുണ്ട്, പല ഇതിലുണ്ട്, മെന്റലി ഇതൊക്കെ ആയി പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യിക്കണമെന്നൊക്കെ പറഞ്ഞു.
എല്ലാം കഴിഞ്ഞ് ഇപ്പം അത് എന്തോ നമ്മുടെ മത്സര സ്വഭാവമുള്ള സിനിമയും കൂടാണ് കുറച്ച്. അപ്പോൾ അതിൻ്റെ ഇവരുടെ എന്തോ സർട്ടിഫിക്കറ്റ് വേണം വേറെ എവിടെ അയച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി സാറിനെ വിളിച്ച് സാറത് കണ്ടിട്ട് ആദ്യം ഡയറക്ടറോട് പറഞ്ഞത് ഇത് ഈ കണ്ടെത്തൽ ഭയങ്കര ഗുണപ്പെട്ടെന്ന് പറഞ്ഞു. എന്നെ വളരെ ഭയങ്കരമായി സംസാരിച്ചു. അത് കഴിഞ്ഞ് ഡയറക്ടർ എനിക്ക് നമ്പർ തന്നു, സാറിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചപ്പോൾ പുള്ളി വാചാലമായി എന്നോട് സംസാരിച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ സിനിമ ഇറങ്ങിയാൽ പിന്നെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നല്ല അവരെപ്പോഴും ഒരാൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഇത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ സന്തോഷങ്ങളിൽ വല്ലാതെ സന്തോഷിക്കുന്നു പറഞ്ഞു. ചെറിയ ഇത് ഈ പറയുമ്പോൾ തള്ളാന്ന് പറയും. ഇത് അങ്ങനെ പറയാൻ നോക്കുക. ഇത് ഞാൻ ആരോടാ പിന്നെ പറയേണ്ടത്? ഇങ്ങനെ ഒരു വേദിയിലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ വീട്ടിൽ ബാത്റൂമിൽ കയറി കഥ കടച്ചിട്ട് പറയാൻ നോക്കുക. ഇത് ആളുകൾ അറിയണ്ടേ? തീർച്ചയാണ്. ജെറി എന്ന് പറഞ്ഞ പടത്തിൽ ഗംഭീര ക്യാരക്ടർ ആയിരുന്നു, ഗംഭീര ക്യാരക്ടർ. അതൊക്കെ വന്നാൽ നമുക്ക് പുള്ളിയുടെ വെറും ഒരു തമാശക്കാരനോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് എപ്പോഴും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം. കാരണം 17 വർഷം ഹ്യൂമറിൻ്റെ എല്ലാ രീതിയിലുള്ള വേഷങ്ങളും ഞാൻ നാടകത്തിൽ ഏകദേശമൊക്കെ ചെയ്ത് ചിരിപ്പിച്ച. ഇതിനെക്കാട്ട് പാടായി നാടകത്തിൽ ചിരിപ്പിക്കുക എന്ന് പറയുന്നത്. അതെ അതെ അതെ. ചാനൽ വെച്ച മൊത്തം ഹാസ്യപരിപാടി. ആ അമ്പലപ്പറമ്പ് സ്ട്രൈറ്റ് ഇരിക്കുന്നവരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞ ചെറിയ പണിയൊന്നുമല്ല. അങ്ങനെ 17 വർഷം ഞാൻ പണിയെടുത്ത്. അളിയൻ തിന്ന് അളിയൻ കഴിക്കളേ, അളിയൻ കഴിക്കളയാ, അതില്ല ഞാൻ ഒന്നുമല്ല കേട്ടോ. അളിയൻ കഴിക്കളയാ, അതല്ലാണ് ശരിക്കും അളിയന്റെ കൂട്ടുകാരൻ കഴിക്കളയാ. വാരി വാരി കഴിക്കുന്നത്, വാരി 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 കഴിക്കുന്നത്. അല്ല അത് പറഞ്ഞപ്പോ അതിലേക്ക് അത് പോണം. അത് അതാ പറഞ്ഞത്. അത് അങ്ങനത്തെ എത്രയോ ഫണ്ണി സാധനങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. മനോജ് പിന്നലെ ചെയ്ത് നാട്ടുകൂട്ടം എന്ന് പറഞ്ഞ വെബ് സീരിയൽ ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ വെബ് സീരീസ് അത് അവരോട് അത് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞില്ലെങ്കിൽ നന്ദികേടായിപ്പോ. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ക്യാമറയുടെ മുന്നിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലെ നന്നായിരിക്കുന്നു ലൈഫ് ഉണ്ട് എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എനിക്ക് ഷോർട്ട് ഫിലിംസ് തന്നവർ തന്നെയൊക്കെ. കാരണം 1, 2 അല്ലെന്ന് 70, 60, 68 എണ്ണത്തിനകത്ത് അഭിനയിച്ചത് ഞാൻ. ഇപ്പോഴും ഞാൻ അഭിനയിക്കും. അത് ഞാൻ ഫണ്ടേ പറയത്തില്ല. കാരണം എന്താ പറയുക, അവിടെ അല്ലേ എനിക്ക് വലിയ നടനാകാനൊക്കത്തുള്ളൂ. നമ്മുടെ സിനിമ ലൊക്കേഷൻ ഞാൻ ഡയറക്റ്റ് പറഞ്ഞു കേൾക്കണം. ഷോർട്ട് ഫിലിം പഠിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ ഇങ്ങനെ സാധനം ചെയ്യട്ടെ, നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തേച്ച് മിനുക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് ഞാൻ ഷോർട്ട് ഫിലിം കണ്ടത്.